വണ്ടി വരുന്ന കാണുന്നില്ലേ? സമയമില്ല, സമയത്ത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ലേറ്റ് ആയി വരുന്ന വണ്ടിയാ, ലേറ്റ് ആയി വരുന്ന വണ്ടിയാ സാറേ. വണ്ടി വരുന്ന കാണുന്നില്ലേ? സമയമില്ല, സമയത്ത് വരുന്നുണ്ടോ? വണ്ടി വരുന്ന നോക്കണ്ടായോ? വണ്ടി അവിടെ ലൈൻ ഓടി വരുന്ന കേട്ടില്ലേ? അത്ര ദൂരം വരുന്ന കാണത്തില്ലേ വണ്ടി വരുന്നത്? വണ്ടി അവിടെ ഇത്ര ദൂരം വരുന്ന കാണാൻ പറ്റുന്നില്ലയോ? ആരും നടക്കാനില്ലെങ്കിൽ മാത്രമേ വണ്ടിക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. വണ്ടിയെ ദൂരെ നിന്ന് വരുന്ന കാണത്തില്ലയോ? ഇവിടുത്തെ റൂൾസിന് ചേട്ടന്റെ സമയത്തിനെക്കാട്ട് വിലയുണ്ട്. നിങ്ങൾ കണ്ടല്ലേ? ഞങ്ങൾ സമയം വരുന്ന വണ്ടി നിങ്ങൾ കണ്ടില്ലയോ? ലേറ്റ് ആയി വരുന്ന വണ്ടി നിങ്ങൾ കണ്ടില്ലയോ? പറ്റുന്നില്ല. 500ഓളം പേരാ മരിച്ചത്. അതിലിങ്ങനെ നടന്നു പോയിട്ട് 247 പേര് ഞങ്ങൾക്ക് സമയമല്ല കാര്യം. എത്ര സമയം കുറവാണെങ്കിലും സൂക്ഷിച്ച് വണ്ടി ഓടിക്കും. നടന്ന് ക്രോസ് ചെയ്ത് വരുന്ന ചേട്ടൻ കാണുമല്ലോ. നിങ്ങൾ വണ്ടി വരുന്ന കണ്ടില്ലയോ? അവിടെ ദൂരെ നിന്ന് വരുന്ന കണ്ടില്ലയോ? ഞങ്ങൾ ക്രോസ് ചെയ്ത് വരായിരുന്നു വീഡിയോ നിർത്തിയില്ല. സമയം പോകുന്ന സമയം ലേറ്റ് ആയി വരുന്ന വണ്ടിയാ, ലേറ്റ് ആയി വരുന്ന വണ്ടിയാ സാറേ. കുറെ വരുന്ന വണ്ടിക്കാരെല്ലാം വഴക്ക് പറയതാലേ അതാണ് തെറ്റാ സാറേ. നിങ്ങൾ ആ സീബ്ര ക്രോസിംഗിൽ നിങ്ങൾ വണ്ടി നിർത്തേണ്ടതല്ലായിരുന്നു? നിങ്ങൾ അതല്ലേ നിയമം? നീ ഇറങ്ങി വന്നേ. ലൈസൻസ് ഉണ്ടോ? തന്നെ എടുത്തുണ്ടോ? ലൈസൻസ് എടുത്തുണ്ടോ? ഇതേ റോഡ് സേഫ്റ്റി കേസല്ലേ നിങ്ങളുണ്ടായിരുന്നു ഇവിടെ? അത് ശരി. അപ്പം നിങ്ങൾ ഇവരെല്ലാം ട്രെയിൻഡാണ്, മനസ്സിലായോ? ഇതെല്ലാം ട്രെയിൻഡാണ് ഇവർ റോഡ് സേഫ്റ്റി ആയിട്ട് ഇതിനകത്ത് മോള് അതിനകത്തുള്ള ആളല്ലേ? മോള് ക്രോസ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, മനസ്സിലായോ? സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത് ഈ കാൽനടക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സ്ഥലമാണ്. അവിടെ ഈ വണ്ടിയായിട്ട് വാഹനമായിട്ട് വരാൻ ഒരു അവകാശം നിങ്ങൾക്കില്ല. അവിടെ അവകാശമുണ്ട്. എങ്ങനെയാണ്? ആരും ക്രോസ് ചെയ്യാനില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒരു കാരണവശാലും ഒരു ഡ്രൈവർക്കും ആ സീബ്ര ക്രോസിങ്ങിലൂടെ വണ്ടി കയറ്റിക്കൊണ്ടുവരാൻ അധികാരമില്ല, അവകാശമില്ല, മനസ്സിലായോ? അവിടെ ആരെങ്കിലും ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം? അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം വരയിട്ടിട്ടുണ്ട്. നിങ്ങളവിടെ വണ്ടി നിർത്തണം. നിർത്തിയിട്ട് ആ ക്രോസ് ചെയ്യാനുള്ള ആൾക്കാരെ ക്രോസ് ചെയ്യിച്ചിട്ട് മാത്രമേ യാത്ര തുടരാവൂ. അതല്ലാത്ത പക്ഷം താങ്കളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഒരുപക്ഷെ കോടതിക്കാണ് ഇതിൻ്റെ തീരുമാനം എടുക്കാനുള്ള അധികാരം. അതിന് പിഴയടപ്പിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. അതിപ്പോൾ കോടതിയാണ് തീരുമാനിക്കുന്നത്. കോടതി ഒരുപക്ഷെ നിങ്ങളുടെ ലൈസൻസ് എന്നേക്കുമായിട്ട് റദ്ദ് ചെയ്യപ്പെടാം, മനസ്സിലായോ? കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ പവറാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും റോഡ് ക്രോസ് ചെയ്യാൻ ആൾ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ വണ്ടിയുമായിട്ട് സീബ്ര ക്രോസിംഗ് വഴി പോകാൻ പാടില്ല. ഇത് ഇപ്പം ഞാൻ കേസ് എഴുതി കഴിഞ്ഞാൽ ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കോടതിക്ക് പോകും. ഇനി തനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് താൻ ആദ്യമായിട്ടായതുകൊണ്ടും അതുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ ശിക്ഷ എന്ന് പറയുന്നത് എവർ നടപ്പാക്കും. ഇവരുടെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ട് പോയാൽ മതി. ഇനി രണ്ടാമതൊരു തവണയും കൂടെ എൻ്റെ കൈപ്പെട്ടാൽ ഞങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന കഥ വിട്ടാൽ കേസെടുക്കും, കേസ് കോടതിക്ക് പോകും, നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും. ഓക്കെ, ചെല്ലുമോളെ പറഞ്ഞുവിടും. ചെല്ലുമക്കളെ എങ്ങനെയാണ് എവിടെയാണ് വണ്ടി നിർത്തേണ്ടതെന്നൊക്കെ പറഞ്ഞുവിടും. ഉള്ളവരുണ്ടാവും, ഇപ്പുറത്തുണ്ടുള്ളവർ. ഈ വെള്ളവരായിട്ടേക്ക് എന്താ പറയുക? അവിടുന്ന് വരുന്ന വണ്ടികൾ അവിടെ നിർത്താനാണ്, ഇവിടുന്ന് വരുന്ന വണ്ടികൾ ഇവിടെ നിർത്താനാണ്, മനസ്സിലാവും? സീബ്ര ക്രോസിങ്ങിൽ നിങ്ങൾ വണ്ടിയായിട്ട് ഇവിടെ ആളില്ലെങ്കിൽ മാത്രമേ വണ്ടിയായിട്ട് ചെല്ലുമോളെ. ബാ, ഈ അങ്ങനെ ക്ലാസ് എടുത്തോ. ചെല്ലു.
ചേട്ടന് വാഹനം ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവിടെ ആരെങ്കിലും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ വാഹനം കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ചേട്ടൻ്റെ ലൈസൻസ് വരെ അത് കട്ടാക്കും. ചേട്ടൻ ലൈസൻസ് എടുത്തപ്പോൾ ഇതൊന്നും ചേട്ടൻ അറിയത്തില്ലായിരുന്നു. ഇനി ചേട്ടൻ ഇത് മറക്കരുത്. ഇനി നമ്മൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ നോക്കണം, സീബ്ര ക്രോസ് ലൈനിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരാൾ നിൽപ്പുണ്ടോ എന്ന് ചേട്ടൻ നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷമേ ആ സ്റ്റോപ്പ് ലൈനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി എടുത്ത് മാറ്റണം. ഈ സീബ്ര ക്രോസ് എന്ന് പറയുന്നത് ഞങ്ങൾ പെഡസ്ട്രിയൻസിന് മാത്രം റൈറ്റ്സ് ഉള്ള ഒരു വഴിയാണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നുന്ന വഴി കൂടെ ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് സീബ്ര ക്രോസ് ലൈൻ വെച്ചിട്ടുള്ളത്. നിങ്ങളെ പോലുള്ള കുറേ ആൾക്കാരുടെ അശ്രദ്ധ കൊണ്ടാണ് കുറേ പേര് മരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം തന്നെ 500ഓളം പേരാണ് നടന്നു പോയിട്ട് മരിച്ചത്. അതിൽ സീബ്ര ക്രോസ് ചെയ്തപ്പോൾ മരിച്ചത് 247ഓളം പേരാണ്. ഇനി വണ്ടി എടുക്കുമ്പോൾ ചേട്ടൻ ഇത് ആലോചിക്കണം, സീബ്ര ക്രോസ് കാണുമ്പോൾ ഇത് ആലോചിക്കണം. ചേട്ടൻ്റെ ഒരു ഇത്തിരി അശ്രദ്ധ കൊണ്ട് എന്തെല്ലാം സംഭവിക്കും നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. ഇത് ചേട്ടൻ ഒരിക്കലും മറക്കരുത്. എവിടെ ഏതൊരു സീബ്ര ക്രോസ് ചെയ്യാൻ നേരവും ചേട്ടൻ ഇത് ആലോചിക്കണം. ഒന്നല്ല 2 വട്ടം ആലോചിക്കണം. ഞങ്ങളെല്ലാം പറഞ്ഞെടുത്തിട്ടുണ്ട്, ചേട്ടന്മാരിങ്ങനെ ചെയ്യത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം കാര്യങ്ങളെല്ലാം പിടികിട്ടിയല്ലോ. ഈ സീബ്ര ക്രോസിംഗ് ആണ്. ആ നിർത്തേണ്ട സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി. ഇതെന്തുകൊണ്ടാണ് ആ കുഞ്ഞ് പറഞ്ഞു എത്ര പേരാണ് മരിച്ചത്? സീബ്ര ക്രോസിംഗ് മാത്രം 247 പേര് മരിച്ചു. മനസ്സിലായി? ഹൈക്കോടതി വളരെ കാര്യമായിട്ടാണ് എടുക്കുന്നത്. വളരെ സീരിയസ് ആണ് ഇഷ്യൂ കൈകാര്യം ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ മാസവും എത്ര കേസെടുത്തെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോട്ടെ, ഇനി ഒരു തവണ കൂടി നിങ്ങളെ കണ്ടരുത്. ഇനി രണ്ടാമത്തെ ഒരു തവണ കൂടി നിങ്ങളെ ആരെങ്കിലും ഒരാളെ ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി. നിങ്ങൾ സീബ്ര നിർത്താതെ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അയച്ചാൽ മതി. അത് വെച്ചിട്ട് ഞങ്ങൾ കേസ് എടുക്കും. ഇനി ഒരു രണ്ടാമത്തെ തവണ കൂടി നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ല, നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും. ഓക്കെ. ഇനി ഇത് ഇത്രയും നേരം നമ്മൾ കണ്ടത് ഇതൊരു ബോധവൽക്കരണത്തിൻ്റെ വീഡിയോ ആയിരുന്നു. ഇത് സീബ്ര ക്രോസിങ്ങിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന, കേരളം മൊത്തം നടക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെടുത്തൊരു ബോധവൽക്കരണ വീഡിയോ ആയിരുന്നു ഇത്. നമ്മൾ ഇപ്പോൾ ആ കുച്ചു പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. ഹൈക്കോടതി വരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പം നടത്തുന്ന ഒരു ക്യാമ്പയിനാണ് ഈ സീബ്ര ക്രോസിങ്ങിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സീബ്ര ക്രോസിങ്ങിൽ ആൾ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടെ വണ്ടി നിർത്താതെ പോവുക. ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. എല്ലാ ഡ്രൈവർമാരും ഇതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാ ഡ്രൈവർമാരും ഈ സീബ്ര ക്രോസിങ്ങിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളത് പാലിക്കുക. ഇതിൻ്റെ ശിക്ഷ വരുന്നത് കോടതിയിൽ നിന്നാണ്. ഇത് ഫൈൻ അടച്ച് തീർപ്പാക്കാൻ പറ്റിയ കുറ്റമല്ല നിങ്ങൾ ചെയ്യുന്നത്. സീബ്ര ക്രോസിങ്ങിൽ വണ്ടി നിർത്തുകയോ അതല്ലെങ്കിൽ സീബ്ര ക്രോസിങ്ങിൽ ആൾ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ വണ്ടിയായിട്ട് പോവുകയോ ചെയ്യുന്നത് ഫൈൻ അടച്ച് ഒഴിവാക്കാൻ പറ്റുന്ന കുറ്റമല്ല. അത് കോടതി തീരുമാനിക്കും. അതിനുള്ള എന്താ ശിക്ഷ വേണമെന്ന് കോടതി തീരുമാനിക്കും. അതൊരു പക്ഷേ ലൈസൻസിൻ്റെ റദ്ദാക്കപ്പെടാൻ വരെ ചെയ്യാം. നിങ്ങളുടെ വണ്ടിയുടെ RC സസ്പെൻഡ് ചെയ്യപ്പെടാം. അങ്ങനെ വളരെ സീരിയസ് ആയിട്ടാണ് കോടതി ഇത് കാണുന്നത്. വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും ഇത് എടുക്കുക. ഇതൊരു അവയർനെസ് വീഡിയോ മാത്രമായിരുന്നു. എല്ലാവർക്കും നന്ദി.